കോഴിക്കോട് താമരശ്ശേരിയിലെ മുഹമ്മദ് ഷഹബാസിന്റെ കൊലപാതകത്തിൽ 2 മൊബൈൽ ഫോണുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുറ്റാരോപിതരായ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ ഫോണാണ് കണ്ടെടുത്തത്. 4 സ്ഥലങ്ങളിലെ CCTV ദൃശ്യങ്ങളും പോലീസ് കണ്ടെടുത്തു. കൊലപാതകത്തിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടെന്ന് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുകയാണ്. 24 ബിഗ് ബ്രേക്കിംഗുമായി ദീപക് തർമ്മണം തത്സമയം ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. ദീപക്, ശരിക്കും ഇതിൽ ചില കുട്ടികളുടെ വീട്ടിലുള്ള ആളുകളൊക്കെ തന്നെ ഈ അത്യാവശ്യം ഗുണ്ടായിസൊക്കെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ മാത്രമല്ല, ഈ അടുത്ത സമയത്ത് ഇന്നലെ എനിക്കൊരു സുഹൃത്തൊരു കാര്യം അയച്ചു തന്നു. അതായത് ഈ മരിച്ച ഈ കുട്ടിയും അതുപോലെ തന്നെ ഈ കൊലപ്പെടുത്താൻ പ്രേരക ശക്തിയായി മാറിയ മുഖ്യ പ്രതിയും നമുക്ക് വിളിക്കാവുന്ന കുറ്റാരോപിതനും ഈ 2 കുട്ടികൾ വരെ 6 or 7 വയസ്സ് പ്രായമുള്ളപ്പോൾ എടുത്തൊരു ചിത്രമാണത്. ആ ചിത്രം നമുക്ക് ഒരുപാട് ചിന്തകൾ സമ്മാനിക്കുമെന്നുള്ളതാണ്. ഇന്ന് രാവിലെയും ഞാൻ അതിനെക്കുറിച്ച് തന്നെയാണ് ആലോചിച്ചത്. ഒന്നും അറിയാത്തൊരു കാലത്ത് ഈ കുട്ടികൾക്ക് എന്തൊരു സ്നേഹമായിരുന്നു. ഇതേ കുട്ടി തന്നെയാണ് പിന്നീട് നഞ്ചൊക്കെ ഉപയോഗിച്ച് അവൻ്റെ മെഡില ഓബ്ലങ്കേറ്റ തല്ലി തകർത്തത്. പറയൂ ദീപക്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. ഒരുപക്ഷെ പോലീസ് ഈ കേസിനെ വിട്ടുകൊടുക്കില്ല. ഈ കേസിലെ അങ്ങേയറ്റം വരെ നിയമപരമായി പോവുക എന്നുള്ളതാണ് പോലീസ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ അല്പം മുൻപും റൂറൽ SP KE ബൈജുവായും അതുപോലെ തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ CI സായുജുമായി സംസാരിച്ചിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, പോലീസ് 2 മൊബൈൽ ഫോണുകൾ കണ്ടെത്തി. അതായത് ഈ കേസുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന 2 മൊബൈൽ ഫോണുകൾ, അത് രണ്ടും ഈ കേസിലെ പ്രതികളുടെ രക്ഷിതാക്കളുടേതാണ്. കൂടുതൽ മൊബൈൽ ഫോൺ കണ്ടെത്താനുള്ള സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. മറ്റൊന്ന്, 4 ഇടങ്ങളിലെ CCTV ദൃശ്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ നിർണായകമായ ചില വിവരങ്ങൾ പോലീസിന് കിട്ടി. പ്രാഥമികമായി സൈബർ പരിശോധന നിയമപരമായ രീതിയിൽ കോടതി റിപ്പോർട്ട് നൽകാൻ പാകത്തിനുള്ള സൈബർ പരിശോധന ഇന്ന് നടക്കുമെന്നാണ് നമ്മൾ അറിയുന്നത്. ഇതിൽ ഒരു മുതിർന്ന പങ്കാളിത്തമുണ്ട് എന്നുള്ള സംശയം പ്രബലമാണ്. പക്ഷേ എന്നാൽ അതിലേക്ക് എത്തിക്കാവുന്ന തെളിവുകൾ ഇതുവരെയും കിട്ടിയിട്ടില്ല. കാരണം ഈ ഷഹബാസിൻ്റെ കുടുംബം വളരെ കൃത്യമായി കൊട്ടേഷൻ ബന്ധമുള്ള മുതിർന്ന ആൾക്കാരുടെ പിന്തുണയോടെയാണ് ഈ കൊലപാതകം നടത്തിയത്. ഈ ആൾക്കൂട്ട കൊലപാതകം, ഈ ആൾക്കൂട്ട ആക്രമണം ഒരു വലിയ ധൈര്യത്തോടെ ഈ കുട്ടികൾ നടത്തണമെങ്കിൽ അവർക്ക് പുറകിൽ ചില ശക്തികളുണ്ട് എന്നുള്ളതാണ് ഷഹബാസിൻ്റെ കുടുംബം ആരോപിച്ചത്. ആ ആരോപണം കണ്ടെത്താനുള്ള തെളിവുകൾ ശേഖരിക്കാനുള്ള നടപടികളിലേക്ക് കോഴിക്കോട് റൂറൽ പോലീസ് കടന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെ സോഫാർ ഒന്നും കണ്ടെത്താൻ ആയിട്ടില്ല. പക്ഷേ ഇതിനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്.